ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? ബംഗാളിൽ വലിയ രീതിയിലുള്ള അട്ടിമറി തിരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെയ് 4-ന് ബംഗാളിലെ ഫലം വരില്ലേ എന്നും പല ആൾക്കാരും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ബംഗാളിൽ 77 പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴിതാ റീപോളിംഗ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആക്രമണത്തെക്കുറിച്ച് BJP പരാതിപ്പെട്ടത് കൊണ്ടാണ് 77 ബൂത്തുകളിൽ ഇപ്പോൾ റീപോളിംഗിനുള്ള നടപടികൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം നടന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ പല ബൂത്തുകളിലും സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ 77 ബൂത്തുകളിൽ ആക്രമണവും ഏറ്റുമുട്ടലും നടന്നു. ഇപ്പോൾ ഈ 77 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJPയുടെ ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഴാഴ്ച തീരുമാനമെടുക്കുമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഡയമണ്ട് ഹാർബറിൽ നിന്നുള്ള MP ആണെങ്കിലും BJP റീപോളിംഗ് ആവശ്യപ്പെട്ട 77 ബൂത്തുകളിൽ 64 ബൂത്തുകൾ ഡയമണ്ട് ഹാർബർ നഗരത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലെ ആഭ്യന്തര സ്രോതസ്സുകൾ പ്രകാരം ഈ 77 ബൂത്തുകളിൽ 32 എണ്ണം ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും, 29 എണ്ണം ഡയമണ്ട് ഹാർബറിൽ നിന്നും, 3 എണ്ണം ബാജിൽ നിന്നും, 13 എണ്ണം കിഴക്കൻ മഗ്രഹത്തിൽ നിന്നുള്ളതുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ ഫാൽറ്റയിലെ നിരവധി പോളിംഗ് സ്റ്റേഷനുകളിൽ EVM-കളിൽ കൃത്രിമം കാണിച്ചതായി പരാതികൾ ഉയർന്നിരുന്നു. വോട്ടർമാർ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് തടയാൻ EVM-കളിലെ BJP ബട്ടൺ ടേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് BJP ആരോപിച്ചിരുന്നു. അതിനുശേഷം EVM-കളിൽ കൃത്രിമം കാണിച്ചതായി ആരോപിച്ച് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ശുഭേന്ദു അധികാരിയെ തടയാൻ ശ്രമിച്ചതും, ആർജിക്കർ ആശുപത്രി കൂട്ടബലാത്സംഗത്തിന് ഇരയായി മരണപ്പെട്ട ആ ഡോക്ടറുടെ അമ്മയുടെ ആ മണ്ഡലത്തിൽ TMC പ്രവർത്തകർ അഴിഞ്ഞാടിയതും എല്ലാം കണക്കിലെടുത്താണ് BJP ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ വ്യാഴാഴ്ച തീരുമാനമെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.